നിയന്ത്രണം വിട്ട ലിഫ്റ്റ് അതിവേഗത്തിൽ മുകളിലേക്ക് പോയി മേൽക്കൂരയിൽ ഇടിച്ച് ജ്വല്ലറി ഉടമ മരിച്ച സംഭവത്തിൽ ഇടുക്കി ജില്ലാ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ലിഫ്റ്റ് കമ്പനി അധികൃതരും സംയുക്തമായി പരിശോധന നടത്തി. കട്ടപ്പന പവിത്ര ഗോൾഡ് ജ്വല്ലറി മാനേജിംഗ് പാർട്ണർ അമ്പലക്കവല PT പടിപ്പുളിക്കൽ സണ്ണി ഫ്രാൻസിസ് ആണ് അപകടത്തിൽ മരിച്ചത്. 65 വയസ്സായിരുന്നു. അപകട കാരണം കണ്ടെത്താനാണ് ഉദ്യോഗസ്ഥ സംഘം എത്തിയത്. നാടിനെ നടുക്കിയ ദുരന്തമാണ് സംഭവിച്ചത്. നട്ടെല്ല് ഒടിയുകയും തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തതാണ് സണ്ണിയുടെ മരണത്തിന് കാരണമെന്ന് പോലീസ് അറിയിച്ചു. സണ്ണി ലിഫ്റ്റിൽ സഞ്ചരിക്കുമ്പോൾ വൈദ്യുതി പോയി ലിഫ്റ്റ് നിന്നു. തുടർന്ന് ലിഫ്റ്റ് കമ്പനി അധികൃതരുടെ നിർദ്ദേശപ്രകാരം ജ്വല്ലറി ജീവനക്കാർ ലിഫ്റ്റ് പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അമിത വേഗത്തിൽ മുകളിലേക്ക് പോയി അപകടമുണ്ടായെന്നാണ് പോലീസ് കണ്ടെത്തൽ. വൈദ്യുതി നിലച്ചാൽ ജനറേറ്റർ തനിയെ ഓണായി ലിഫ്റ്റ് പ്രവർത്തിക്കുകയോ ARD മൂലം അടുത്ത നിലയിലെത്തി തുറക്കുകയോ ആണ് ചെയ്യേണ്ടതെന്ന് അഡീഷണൽ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ രാജേഷ് ബാബു ജ്വല്ലറിയിലെ ലിഫ്റ്റിന്റെ സ്പീഡ് ഗവർണറിൽ സാങ്കേതിക തകരാർ സംഭവിച്ചോ എന്ന് സംശയിക്കുന്നുണ്ട്. വിശദമായ അന്വേഷണം നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. ലിഫ്റ്റ് നിന്നു പോയപ്പോൾ സ്ഥാപനത്തിലുള്ളവർ ലിഫ്റ്റ് ടെക്നീഷ്യനെ വീഡിയോ കോൾ വിളിച്ച് പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ശരിയായ രീതിയിലല്ലാതെ ഈ ശ്രമം നടത്തിയപ്പോൾ സിഗ്നലിൽ വ്യത്യാസമുണ്ടായതാണ് ലിഫ്റ്റ് മുകളിലേക്ക് അതിവേഗം കുതിക്കാൻ കാരണമെന്ന് പോലീസ് കരുതുന്നുണ്ട്. സണ്ണി ലിഫ്റ്റിൽ കുടുങ്ങിയപ്പോൾ സ്ഥാപനത്തിലുള്ളവർ ലിഫ്റ്റ് കമ്പനിയുടെ ടെക്നീഷ്യനെ ബന്ധപ്പെടുകയായിരുന്നു. പ്രവർത്തിപ്പിക്കാനുള്ള ശ്രമത്തിനിടെ അതിവേഗം മുകളിലേക്ക് കുതിച്ച ലിഫ്റ്റ് കെട്ടിടം ഉൾപ്പെടെ കുലുങ്ങുന്ന രീതിയിലാണ് 4ാം നിലയുടെ മുകളിൽ ഇടിച്ചു നിന്നത്. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയാണിപ്പോൾ. കട്ടപ്പനയിലെ പവിത്ര ഗോൾഡ് മാനേജിംഗ് പാർട്ണർ സണ്ണി ഫ്രാൻസിസ് ബുധനാഴ്ച ഉച്ചയ്ക്ക് ലിഫ്റ്റ് അപകടത്തിലാണ് മരിച്ചത്. പുളിയൻമല റോഡിൽ പ്രവർത്തിക്കുന്ന പവിത്ര ഗോൾഡിലാണ് അപകടം സംഭവിച്ചത്. മുകൾ നിലയിൽ നിന്ന് താഴേക്ക് വരികയായിരുന്നു സണ്ണി മാത്രമായിരുന്നു ലിഫ്റ്റിൽ. തലയിലും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പരിക്കേറ്റ നിലയിലായിരുന്നു സണ്ണി. ലിഫ്റ്റിൽ രക്തം തളം കെട്ടി നിന്നിരുന്നു. മൃതദേഹം കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി. ഇന്നലെയായിരുന്നു സംസ്കാരം നടന്നത്. സംഭവത്തിൽ ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കൂടുതൽ അന്വേഷണം പുരോഗമിക്കുന്നത്. ഒരു പരിചയവുമില്ലാത്ത ആളുകളാണ് ഇത്തരത്തിൽ ലിഫ്റ്റ് പ്രവർത്തിപ്പിച്ചത്. അത് കാരണമാണ് ലിഫ്റ്റ് ഇത്തരത്തിൽ മുകളിലേക്ക് പോയി ഇടിച്ചു നിന്നത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സണ്ണി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു. ലിഫ്റ്റ് തുറന്നപ്പോൾ രക്തം തളം കെട്ടി നിന്ന അവസ്ഥയിലായിരുന്നു. കെട്ടിടം ഉൾപ്പെടെ കുലുങ്ങുന്ന രീതിയിലായിരുന്നു ലിഫ്റ്റ് മുകളിലേക്ക് പോയി താഴേക്ക് കുതിച്ചത്. എന്തായാലും ടെക്നീഷ്യനെ വീഡിയോ കോൾ വിളിച്ച് പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു ലിഫ്റ്റ്. ശരിയായ രീതിയിലല്ലാത്ത ഈ ശ്രമം നടത്തിയപ്പോഴാണ് ഇത്തരത്തിൽ സിഗ്നലിൽ വ്യത്യാസമുണ്ടായത്. ഇത് കാരണമാകാം ലിഫ്റ്റ് മുകളിലേക്ക് അതിവേഗം കുതിക്കാൻ കാരണമെന്നാണ് പോലീസും പറയുന്നത്. എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ്.